കർക്കിടക വാവ് ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് ഇന്ന് വൈകിട്ട് മുതൽ ബലിതർപ്പണം ആരംഭിച്ചു. ഒരേസമയം 500 പേർക്ക് ബലിയിടാനാണ് വരയ്ക്കൽ കടപ്പുറത്ത് സൗകര്യമൊരുക്കിയത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്താണ്. ആയിരക്കണക്കിന് ആളുകളാണ് പിതൃതർപ്പണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവർക്ക് വേണ്ടി വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റിയും ഒരുക്കിയിരിക്കുന്നത്. വരയ്ക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്നിവയുടെ നേതൃത്വത്തിലാണ് വരയ്ക്കൽ കടപ്പുറത്ത് ബലിതർപ്പണത്തിനായി സൗകര്യമൊരുക്കിയത്. ഇപ്പം ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ ആൾക്കാർക്ക് ഇരിക്കാനും ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉള്ള കർമ്മികളുടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളണ്ടിയർമാരുണ്ട്. പിന്നെ ഇവിടെ കോസ്റ്റ് ഗാർഡ്, മറ്റ് ഗവൺമെന്റ് ഏജൻസികളൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. തിരക്കൊഴിവാക്കാൻ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തിലഹോമം ബലിപ്പുരയിൽ തന്നെ ചെയ്യാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ബലിതർപ്പണത്തിന് വരുന്ന ആളുകൾക്ക് ഒന്നാമതായിട്ട് നമുക്ക് അവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യമുണ്ട്. അതല്ലേ കുളിക്കേണ്ടവർക്ക് കുളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി ചുക്കുകാപ്പിയും നൽകുന്നുണ്ട്. ഞങ്ങൾ സൗജന്യമായിട്ട് ഹിന്ദു ഐക്യവേദിയുടെ ഇതിൽ എല്ലാ പ്രാവശ്യവും ഇത് തുറന്നായിട്ട് കൊടുത്തു കൊണ്ടുപോകുന്ന സംഗതിയാണ്. ഇത് പിന്നെ പുലർച്ചയൊക്കെ കാരണം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. കാരണം വെച്ചാൽ ആ മഴയത്ത് നല്ല തണുത്ത് നിൽക്കുന്ന സമയത്ത്, വിറച്ച് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ചുക്കുകാപ്പി കൊടുക്കുമ്പോൾ അവർക്കൊരു സംതൃപ്തി കൂടിയാണ് ഈ സാധനം. കൊയിലാണ്ടി ഉരുപുണ്യകാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം, ഗോദീശ്വരം കടൽ തീരം എന്നിവിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.